ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈ ദിവസത്തിൽ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ അടുത്തെത്തിയിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, സ്നാപകയോഹന്നാൻ അയക്കുക, വരാനിരിക്കുന്നവൻ നീ തന്നെയോ? അതിന് ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11 അധ്യായം 4 യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. ഇവിടെ എന്താണോ നടക്കുന്നത് അത് നിങ്ങൾ യോഹന്നാനെ അറിയിക്കുക. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ധന്മാർ കാഴ്ച കിട്ടുന്നു, കുരുട് കുഷ്ഠരോഗിയോ സൗഖ്യം പ്രാപിക്കും, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയും. ഇത് നിങ്ങൾ പോയി അറിയിക്കുക. ഈശോ പറയുന്ന ഇത്രയാണ്, എൻ്റെ പ്രവർത്തന ശൈലികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്നാപകന് അറിയാൻ പറ്റും വരാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണ്. ഇനി നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. നീ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ശൈലികൾ എന്ന് പറയുമ്പോൾ നിൻ്റെ സംസാര ശൈലിയും പ്രവർത്തന ശൈലിയും, നിൻ്റെ ശൈലികൾ നോക്കിക്കൊണ്ട് നിന്നെ മറ്റുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നീ സ്വർഗത്തിൻ്റെതാണെന്ന്. നമ്മളൊക്കെ സ്വർഗത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സ്വർഗമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ പോകും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, സ്വർഗത്തിനനുസരിച്ച് ജീവിതം പടുത്തുയർത്തുവാനായിട്ട്, സ്വർഗീയ ശൈലി ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിനുവേണ്ട കൃപകളെ ദാനങ്ങളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ